ഗുഡ് ഈവനിങ് കൂട്ടുകാരെ. നമ്മൾ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി സെക്കൻഡ് ചാപ്റ്ററാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ ഗ്യാസിനെ പറ്റി ഒരു വീഡിയോ, ഗ്യാസിൻ്റെ പ്രോപ്പർട്ടിയും ഗ്യാസ് എന്താണെന്നും അതിൻ്റെ സവിശേഷതയും ഒക്കെ പറയുന്ന ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിനകത്ത് നമ്മൾ 3 പ്രോപ്പർട്ടിയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു: വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ. ആ പ്രോപ്പർട്ടികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ നിന്നും രൂപീകരിച്ചെടുത്ത 3 ലോസാണ് ഇനി പറയുന്നത്. ഏതൊക്കെയാണെന്നറിയാം: ബോയ്ൽസ് ലോ, ചാൾസ് ലോ, അവോഗാഡ്രോസ് ലോ. അതിലെ ഫസ്റ്റ് ലോയായ ബോയ്ൽസ് ലോയെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബോയ്ൽസ് ലോ വരുന്നതെന്ന് പറഞ്ഞാൽ റോബർട്ട് ബോയിൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഇത് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഇതിനെ ബോയ്ൽസ് ലോ എന്ന് വിളിക്കുന്നത്. അപ്പം ബോയ്ൽസ് ലോ പ്രധാനമായിട്ടും പറയുന്നത് വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ബോയ്ൽസ് ലോ എന്ന് പറഞ്ഞ് പേരിട്ട് വിളിക്കുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ, ഒരു വലിയ കണ്ടെയ്നറിൽ ഗ്യാസ് നിറച്ച് വെച്ചിരിക്കുന്നു എന്ന് വിചാരിക്കാം. ഇതിനെ ഒരു ചെറിയ കണ്ടെയ്നറിലോട്ട് മാറ്റുവാണ്. അതിൻ്റെ അളവിലൊരു വ്യത്യാസവും വരുന്നില്ല. ഈ വലിയ കണ്ടെയ്നറിലുള്ള അതേ അളവ് തന്നെയാണ് ചെറിയ കണ്ടെയ്നറിലോട്ട് നമ്മൾ മാറ്റുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ വോളിയം കൂടുതലുള്ളൊരു കണ്ടെയ്നറായിരുന്നു, ഇവിടെ വോളിയം കുറവുള്ളൊരു കണ്ടെയ്നർ. അപ്പം വോളിയം കൂടുതലുള്ള കണ്ടെയ്നറിൽ നിന്നും വോളിയം കുറവുള്ള കണ്ടെയ്നറിലോട്ട് നമ്മൾ ഈ ഗ്യാസിനെ മാറ്റി. നമ്മൾ പ്രോപ്പർട്ടി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്, വോളിയം എന്ന് പറയുന്നത് ഗ്യാസിൻ്റെ ഫിക്സഡ് അല്ല, അത് നമ്മൾ എടുക്കുന്ന ഓരോ കണ്ടെയ്നറിനെ അനുസരിച്ചിരിക്കും. അപ്പോൾ ഈ വലുതിൽ നിന്നും ചെറുതിലോട്ട് മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും? വോളിയം കൂടുതലുള്ളതിൽ നിന്നും കുറവിലോട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും പ്രഷറിന് എന്ത് വേരിയേഷൻ ആയിരിക്കും ഉണ്ടാവുക? ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതിന് ഒക്കുപ്പൈ ചെയ്യാൻ കുറച്ച് സ്പേസ് കൂടുതലുണ്ട് ഇതിനെ അപേക്ഷിച്ച്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രഷർ കുറവായിരിക്കും. ഇവിടെ തിങ്ങി ഞെരുങ്ങിയിരിക്കുന്നത് കാരണം ഇവിടെ എന്തായിരിക്കും? പ്രഷർ കൂടുതലായിരിക്കും. അതായത് വോളിയം കുറയുമ്പോൾ എന്ത് സംഭവിക്കും? പ്രഷർ കൂടും. ഇത് തന്നെയാണ് ബോയ്ൽസ് ലോ പറയുന്നത്. അതായത് വോളിയവും പ്രഷറും തമ്മിൽ എന്താണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ റിലേഷൻഷിപ്പാണ്. അതായത് വോളിയം കൂടുകയാണെങ്കിൽ പ്രഷർ കുറയും. അതാണ് ഈ ഒരു ബോയ്ൽസ് ലോ നമ്മൾ പറയുന്നത്. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. അതായത് ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും തമ്മിൽ എന്തായിരിക്കും? വിപരീത അനുപാതത്തിലായിരിക്കും. എപ്പോൾ? താപനില സ്ഥിരമായിരിക്കുമ്പോൾ. ഇവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ കണ്ടീഷൻ ആയിരിക്കും. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ കണ്ടീഷനിൽ V പ്രപ്പോർഷണൽ ടു 1/P ആണ്. ഓക്കെ, V പ്രപ്പോർഷണൽ ടു 1/P. നമുക്കറിയാം, ഈ പ്രപ്പോർഷണൽ സൈൻ മാറ്റാൻ നമ്മൾ എന്താ ചെയ്യുക? ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു 1/P. ഓക്കെ, അപ്പം PV ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. എന്ത്? അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. അതായത് PV എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. P കൂടുമ്പോൾ V കുറയും, അല്ലെങ്കിൽ P കുറയുമ്പോൾ V കൂടും. ഇതാണ് ബോയ്ൽസ് ലോ പറയുന്നത്. മനസ്സിലായോ? അതായത് PV, പ്രഷറും വോളിയവും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. വോളിയം കൂടുകയാണെങ്കിൽ പ്രഷർ കുറയും. ഓക്കെ, അതാണ് ബോയ്ൽസ് ലോ പറയുന്നത്. അപ്പം നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഈ ബോയ്ൽസ് ലോയുടെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനാണ്. ഒരു അക്വേറിയത്തിൻ്റെ താഴെ നിന്നും മുകളിലോട്ട് പോകുമ്പോൾ ബബിൾസിന് വലിപ്പം കൂടുന്നു. അതായത് താഴെ വലിപ്പം കുറവായിരിക്കും, മേളിലോട്ട് ബബിൾസ് വരുമ്പോൾ അതിൻ്റെ വലിപ്പം കൂടുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതായത് അതെന്ന് പറയുമ്പം ഒരു അക്വേറിയത്തിനെ സംബന്ധിച്ച് താഴെ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ലിക്വിഡ് പ്രഷർ ഇവിടെ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം ബബിൾസ് വളരെ ചെറുതായിരിക്കും. പ്രഷർ കൂടുമ്പോൾ വോളിയം കുറവായിരിക്കും എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ പ്രഷർ ഇവിടെ കൂടുതലായതുകൊണ്ട് ചെറിയ ചെറിയ ബബിൾസ്, അതായത് വോളിയം കുറവ് വേണം. വോളിയം കുറവ് വരാൻ എന്താണ്? ബബിൾസിൻ്റെ വലിപ്പം കുറവായിരിക്കും. അവിടെ നിന്ന് മുകളിലോട്ട് പോകുന്തോറും ബബിൾസിന് എന്ത് സംഭവിക്കും? വലിപ്പം കൂടും. അതെന്താ? ഇവിടുന്ന് മുകളിലോട്ട് പോകുമ്പോൾ എന്ത് വരും? പ്രഷർ കുറയും, അല്ലേ?
അതായത് ഒരു അക്വേറിയത്തിൻ്റെ അടിത്തട്ടിൽ പ്രഷർ കൂടുതലായിരിക്കും, അതുകൊണ്ട് വോളിയം കുറവായിരിക്കും. അതുകൊണ്ട് ഇവിടുത്തെ കുമിളകൾ ബബിൾസിൻ്റെ വലിപ്പം കുറഞ്ഞു കാണുന്നു. മുകളിലോട്ട് പോകുമ്പോൾ പ്രഷർ എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും? പ്രഷർ കുറയും. അപ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ബബിൾസിൻ്റെ വലിപ്പം കൂടും. പ്രഷർ കുറയുമ്പോഴേക്കും വോളിയം കൂടും, അപ്പം ബബിൾസിൻ്റെ വലിപ്പം കുറയും. ഓക്കെ, അതായത് ലിക്വിഡ് പ്രഷർ ഇൻ ആൻ അക്വേറിയം ഈസ് ഹൈ അറ്റ് ദ ബോട്ടം. ഓക്കെ, ദർഫോർ ദ സൈസ് ഓഫ് ദ ബബിൾസ് ആർ ലെസ് അറ്റ് ദ ബോട്ടം. അതായത് ലിക്വിഡ് പ്രഷർ അക്വേറിയത്തിൻ്റെ അടിയിലെന്ന് പറയുന്നത് കൂടുതലായിരിക്കും, അതുകൊണ്ട് സൈസ് ഓഫ് ദ ബബിൾസ് ആർ ലെസ്, കുമിളകളുടെ വലിപ്പം കുറവായിരിക്കും. വെൻ ദ ബബിൾസ് റൈസസ് ടു ദ ടോപ്പ് പ്രഷർ ഗ്രാജുവലി ഡിക്രീസസ്. അതായത് പ്രഷർ മുകളിലോട്ട് പോകും തോറും കുറയും. സോ എന്ത് സംഭവിക്കും? വോളിയം ഇൻക്രീസ് ചെയ്യണം അല്ലേ? അതുകൊണ്ട് എന്ത് സംഭവിക്കും? സൈസ് ഓഫ് ദ ബബിൾസ് ഗെറ്റ്സ് എൻലാർജ്ഡ്. അതായത് ബബിൾസിൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എൻലാർജ് ചെയ്യും, വലിപ്പം കൂടും അറ്റ് ദ ടോപ്പ്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ അത് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ചിലപ്പോൾ 1-2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനായിട്ട് വരാം പരീക്ഷയ്ക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ്റെ ഇത് കാണാതെ പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ലോ പറയാവുന്നതേ ഉള്ളൂ. അതായത് എന്താണ്? അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ കണ്ടീഷൻ ദ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.